ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ അക്വേറിയത്തിലേക്ക് മീനിനെ വാങ്ങാൻ പോയാലോ എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ 3 പേരും കൂടെ ഇറങ്ങി. ദൂരത്തേക്കൊന്നല്ല കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് മീനിൻ്റെ ഷോപ്പ്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഷോപ്പിലെത്തി. പെറ്റ്സ്മോൾ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് മീനൊക്കെ വാങ്ങാൻ വരുന്നതാണ്. അന്നൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇന്ന് വന്ന ദിവസം ഇവിടെ മീനുകളൊക്കെ വളരെ കുറവായിരുന്നു. ഞങ്ങൾ വിചാരിച്ച മീനുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ പ്ലാൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി. അക്വേറിയത്തിലേക്ക് വാങ്ങുന്നതിന് പകരം ഞങ്ങൾ പുറത്തുള്ള ടാങ്കിലേക്ക് മീനിനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കിയ ശേഷം ഞങ്ങൾ കാർപ്പിനെ വാങ്ങാൻ തീരുമാനിച്ചേ. അത് ഒരു ജോഡിക്ക് 40 രൂപയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു ജോഡി മീനിനെ വാങ്ങി. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് മാസങ്ങളായേ. പിന്നെ അതിനുശേഷം ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ വീഡിയോനെ കുറിച്ച് തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ അടുത്താണ് ടാങ്കിൽ ഈ മീനുണ്ടോ, ഇത് എത്രത്തോളം വലുതായിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നാണ് ഞങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വീഡിയോ എടുത്തത്. ആ വീഡിയോയും ഈ ഒരു വീഡിയോയിൽ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റിലേക്ക്. അങ്ങനെ ഞങ്ങളിതാ മീനൊക്കെ വാങ്ങി വീട്ടിലെത്തി. അമ്പുട്ടനാണ് മീൻ വെള്ളത്തിലേക്ക് ഇടാൻ നോക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ പൊന്മാൻ്റെയൊക്കെ ശല്യം ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ടാങ്ക് നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടായിരുന്നേ. അങ്ങനെ ഇതാ 2 മാസത്തിന് ശേഷം ഞങ്ങൾ നോക്കുകയാണ് ആ മീൻ അതിലുണ്ടോ, അത് എത്രത്തോളം വലുപ്പം വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് ഒന്നാമത്തെ മീൻ. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പം വെച്ചേ. നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇത് കുഞ്ഞു മീനായിരുന്നില്ലേ, ഇപ്പോൾ അത് അത്യാവശ്യം നല്ല വലുപ്പമായിട്ടുണ്ട്. എനിക്ക് ഈ മീനിനെ കുറിച്ചിട്ടൊന്നും ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. ഇവിടെ ഏട്ടനും അച്ഛനും ഒക്കെയാണ് മീനിനെയൊക്കെ നോക്കാറ്. കൊറോണ സമയത്ത് ഏട്ടൻ ഒരുപാട് മീനിനെ ഇവിടെ വളർത്തിയിട്ടുണ്ട്. ഒരുപാട് മീൻ സെയിലായിട്ട് പോയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കൊറോണയ്ക്കൊക്കെ ശേഷം അങ്ങനെ സെയിലൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നിങ്ങൾ മീനിനെ കണ്ടില്ലേ, രണ്ടാളും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. താങ്ക് യു സോ മച്ച്.